ചാലപ്പുറം വാർഡ് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വാർഡ് തന്നെയാണ്. കാരണം RSSൻ്റെ ആസ്ഥാനമൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, കേസരിയുടെ കെട്ടിടമൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയും BJPക്ക് ജയിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അതൊക്കെ ഒരു പുതിയ നേട്ടമാണ് BJPയെ സംബന്ധിച്ച്. അതുകൂടാതെ തന്നെ ചക്കോരത്തുകുളം, കാരപ്പറമ്പ്, സിവിൽ സ്റ്റേഷൻ, ചേവരമ്പലം ഇങ്ങനെയുള്ള വാർഡുകൾ, അതായത് നഗര കേന്ദ്രീകൃതമായ വാർഡുകളിലൊക്കെ ഇത്തവണ BJPക്ക് ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിജയം പാറോപ്പടിയിലാണ്. പാറോപ്പടിയിൽ UDFൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന PM നിയാസിനെയാണ് ഹരീഷ് പൊറ്റങ്ങാടി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി തറപറ്റിച്ചത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിജയം BJPക്ക് കോഴിക്കോട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അണ്ടർ റേറ്റഡ് സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. കാരണം തിരുവനന്തപുരത്തൊന്നും ഒരു സാഹചര്യമില്ല, ആ രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങളൊന്നും പലയിടങ്ങളിലും BJPക്ക് ഇല്ല. പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്തിലാണ്, അതായത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിലാണ് BJP വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഭൂരിഭാഗം സീറ്റുകളും ഈ ഒരു പ്രദേശത്താണ് നേടിയിരിക്കുന്നത്. ഇവിടെ പലയിടങ്ങളിലും 2ാം സ്ഥാനത്ത് വരാനും ചിലയിടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നടക്കാവ്, അതുകൂടാതെ ഈസ്റ്റ് ഹിൽ, ഇവിടെയെല്ലാം BJP 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയാർന്ന കാര്യം.